മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനെ പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിലാണ്. ആന RRT സംഘത്തിന്റെ ദൗത്യപരിധിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. മണ്ണുണ്ടിക്കും ഇരുമ്പ് പാലത്തിനും ഇടയിലുള്ള വനമേഖലയിലാണ് ആനയുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ബേഗൂർ, ബാവലി, ചേലൂർ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നു. വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ കർഷക സംഘടനകൾ ഹർത്താൽ ആചരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത്, ഒപ്പം തന്നെ അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്കാണ്. സുർജിത്ത്, ദൗത്യം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇപ്പോൾ ദൗത്യസംഘത്തിന് നേരിടേണ്ടി വരുന്നത്? അവസാന ലാപ്പിൽ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന നിലയിലായിരുന്നു നേരത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് സുർജിത്ത്? അവസാന ലാപ്പിൽ എന്ന് പറയാൻ കഴിയുകയില്ല. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ആന മണ്ണുണ്ടി ഭാഗത്ത് നിന്ന് മാറിയിട്ടുണ്ട്. മണ്ണുണ്ടി, ഇരുമ്പുപാലം, ചേമ്പുംകൊല്ലി ഈ പ്രദേശത്തിൻ്റെ സർക്കിളിൽ, അതായത് ഒരു 4 കിലോമീറ്റർ സർക്കിളിലാണ് ആനയുള്ളത്. പുറത്തെ സ്ഥിതിയല്ല അകത്ത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആനയെ ഡ്രോൺ നിരീക്ഷണം വഴി അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി റേഡിയോ കോളർ വിവരങ്ങൾ കൂടി വനംവകുപ്പിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തിപ്പെടൽ വളരെ സങ്കീർണമായ ഒരു ദൗത്യം തന്നെയാണ് വനംവകുപ്പിൻ്റെ മുന്നിൽ. പ്രത്യേകിച്ച് ഇത് 3 ആൾ പൊക്കത്തിലുള്ള വലിയ കുറ്റിക്കാടാണ് എന്നുള്ളതാണ് ദൗത്യത്തെ ഏറ്റവും ശ്രമകരമാക്കി മാറ്റുന്നത്. പക്ഷേ RRT സംഘം ഇപ്പോഴും ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുറ്റിക്കാടിനെ വകഞ്ഞു മാറ്റി വേണം പോകാൻ. മാത്രമല്ല മുൾക്കാടാണ് എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൗത്യം നീളാനുള്ള കാരണം. അപ്പോൾ ഏത് നിമിഷം മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യം വനംവകുപ്പിന് മുന്നിലുണ്ട്. പക്ഷേ അവർ ശ്രമകരമായി തന്നെ 200ഓളം പേരടങ്ങുന്ന സംഘം ഇപ്പോൾ വനത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ബേലൂർ മഖിനെ പിടികൂടാനുള്ള ആ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി ദൗത്യം ഉചിതമായ സമയത്ത്, ഉചിതമായ ഘട്ടത്തിൽ, അനുയോജ്യമായ സ്ഥലം കിട്ടിയാൽ മാത്രമാണ് നടപ്പാക്കാൻ കഴിയുക. ആ ദൗത്യത്തിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ട്രാക്കിംഗ് സാധ്യമാകണം. ഇപ്പോൾ നിലവിൽ ഡ്രോൺ വഴി ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ആനയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചാണ് 4 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ആന വിട്ടുമാറിയിട്ടില്ല. പ്രത്യേകിച്ച് ഇതിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് ഇരുമ്പുപാലത്തിൻ്റെ ഒരു ഭാഗം നിബിഡ വനം തന്നെയാണ്, ഒരു ഭാഗം ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഉൾപ്പെടെയുള്ള ആദിവാസി കോളനികളെല്ലാം തന്നെ ഉള്ള ഒരു മേഖലയാണ്. ഒരു ഭാഗം വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശം എസ്റ്റേറ്റ് ഉൾപ്പെടെയുണ്ട്. അവിടെ നിന്നും ഈ ആന ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നത് ചേമ്പുംകൊല്ലി ഭാഗത്തേക്കായിരുന്നു. അവിടെ നിന്നും മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങുന്നു. അവിടെ നിന്നും വീണ്ടും ഇപ്പോൾ അല്പം കൂടി മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. RRT സംഘം അകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും അകത്ത് ഉണ്ട്. അനുയോജ്യമായ, ഉചിതമായ